ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം SCRT നമ്മുടെ ഈ ഒരു 10th സെവൻത്ത് ചാപ്റ്റർ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ PYQ സീരീസ് ആയിട്ട്, അതായത് അതിൻ്റെ എന്താണ് നമ്മുടെ MCQ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മുടെ ഏകദേശം 50 ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ആ ചാപ്റ്റർ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. അതായത് ആ ചാപ്റ്ററിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കണ്ടന്റുകളിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് കിട്ടാതെ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കുക. എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ഓഗസ്റ്റ് 15 രാവിലെ ഡൽഹിയിൽ നടന്ന സംഭവ വികാസങ്ങൾ വിവരിക്കുന്ന ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പ്രശസ്ത ഗ്രന്ഥത്തിന്റെ കർത്താക്കൾ ആരെല്ലാം? ഓക്കെ, ഇത് ഞാൻ ആ ടെക്സ്റ്റ് എടുത്തപ്പോൾ ഞാൻ ആ ഒരു ബോക്സിൽ ഫാക്ട് വായിച്ചിരുന്നു, പക്ഷെ എഴുതിയ ആളുടെ പേര് ഞാൻ വായിക്കാൻ വിട്ടുപോയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, മൗണ്ട് ബാറ്റൻ, പിന്നെ ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഡൊമിനിക് ലാപ്പിയർ ആൻഡ് ലാറി കോളിൻസ്, സർദാർ പട്ടേൽ ആൻഡ് VP മേനോൻ, ഉർവശി ഭൂട്ടാലിയ ആൻഡ് ഗാന്ധിജി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ പറയുന്ന പേരുകളെല്ലാം നമ്മൾ കയറി വന്നിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്കറിയാം ഈ ഉർവശി ഭൂട്ടാലിയുടെ ഒരു ബുക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. ഇവിടെ ആരാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്നത്? ഡൊമിനിക് ലാപ്പിയറും ലാറി കോളിൻസിന്റെയും പുസ്തകമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്? ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. അപ്പൊ പഠിച്ചു വെച്ചോ. എന്താണ് ആൻസർ? ഡൊമിനിക് ലാപ്പിയർ ആൻഡ് ലാറി കോളിൻസ് ആണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പുസ്തകത്തിന്റെ കർത്താക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ ഭാഗമായി അതിർത്തി രേഖ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയ ലണ്ടനിലെ പ്രശസ്തനായ അഭിഭാഷകൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു, സിറിൽ റാഡ്ക്ലിഫ്, സ്റ്റഫോർഡ് ക്രിപ്സ്, പേറ്റൻ ലോറൻസ്. ആരാണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ എന്താണ്? റാഡ്ക്ലിഫ് ലൈൻ ആണെന്ന് നമുക്കറിയാം. നോർമലി ചിലപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇങ്ങനെ അതിർത്തി രേഖ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയ പ്രശസ്ത അഭിഭാഷകൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട. ആര് തന്നെയാണ്? നമ്മുടെ സിറിൽ റാഡ്ക്ലിഫ് തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. വിഭജന കാലത്ത് പഞ്ചാബിനൊപ്പം വിഭജിക്കപ്പെട്ട മറ്റൊരു ഇന്ത്യൻ പ്രവിശ്യ ഏതായിരുന്നു? ഏതായിരുന്നു വിഭജന കാലഘട്ടത്ത് പഞ്ചാബിനൊപ്പം വിഭജിക്കപ്പെട്ടത്? നമുക്കറിയാം. ഏതാണ്? ബംഗാൾ. ബോംബെ, അസം, ബംഗാൾ, മദ്രാസ് ആണ്. ബംഗാളാണ്. എങ്ങനെയാണ് വിഭജനത്തിൽ ബംഗാളും പഞ്ചാബും മാത്രമാണ് വിഭജിക്കപ്പെട്ടത് അല്ലെ? അതിൽ എന്ത് ചെയ്തു? പശ്ചിമ ബംഗാളും പശ്ചിമ ബംഗാൾ ഇന്ത്യയിലോട്ടും പോയി. പൂർവ്വ ബംഗാൾ എവിടെ പോയി? കിഴക്കൻ പാകിസ്ഥാനുമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് പഠിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ ആ ഒരു അന്നിങ്ങനെ കൈപോലെ വരും. ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്ത് വരുന്ന ആ ഒരു ഭാഗം എന്തായിട്ട് മാറി? പൂർവ്വ പാകിസ്ഥാൻ എന്നായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1947 മൗണ്ട് ബാറ്റൻ പദ്ധതി അനുസരിച്ച് ഹിതപരിശോധന നടത്തുകയും തുടർന്ന് കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി മാറുകയും ചെയ്ത അസമിലെ പ്രദേശം എന്താണ്? 1947 മൗണ്ട് ബാറ്റൻ പദ്ധതി പറയുന്നത് എങ്ങനെയാണ് പറയുന്നത്? ഒന്നുകിൽ ഇന്ത്യയിൽ നിൽക്കാം അല്ലെ, അങ്ങനെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അതനുസരിച്ചിട്ട് എന്താണ്? കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി മാറിയ അസമിലെ പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? സിൽഹെറ്റ് അല്ലെ. കരിങ്കഞ്ച്, മാഹി, സിൽഹെറ്റ്, ചന്ദ്രനഗർ. ഏതാണ്? സിൽഹെറ്റ് ആണ്. ഓക്കെ, അതായത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു സിൽഹെറ്റ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഹിതപരിശോധന നടത്തുകയും അവിടുത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളും എന്തിലേക്ക് പോകുന്നുണ്ട്? കിഴക്കൻ പാകിസ്ഥാനിലേക്കും പോകുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ സ്വതന്ത്ര പ്രാപ്തിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്ന് വിശേഷിപ്പിച്ച എന്താണ്? പ്രമുഖ വിദേശ ദിനപത്രം. ഞാൻ പറഞ്ഞപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു പത്രത്തിന്റെ പേര് പഠിച്ചു വെക്കണം എന്നുള്ളത്. ന്യൂയോർക്ക് ടൈംസ്, മാഞ്ചസ്റ്റർ ഗാർഡിയൻസ്, ദ ടൈംസ് ഓഫ് ലണ്ടൻ, വാഷിംഗ്ടൺ പോസ്റ്റ്. ഏതാണ്? അത് മാഞ്ചസ്റ്റർ ഗാർഡിയൻ ആണ്. ഈ ഒരു വീഡിയോയുടെ താഴത്ത് തന്നെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ SCRT ചാപ്റ്ററിന്റെ ലിങ്കും കൂടി കൊടുത്തിരിക്കാം. നിങ്ങൾ അതും കൂടി ഒന്ന് എന്ത് ചെയ്യുക, കയറി കണ്ടു നോക്കുക. കാരണം പഠിക്കാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കരുത്. ഉപകാരപ്പെടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിഭജന കാലഘട്ടത്ത് പഞ്ചാബിലെ ജനങ്ങൾ നേരിട്ട ക്രൂരമായ ദുരനുഭവങ്ങളും ദുരന്തങ്ങളും
വിവരിക്കുന്നത്. അതർ സൈഡ് ഓഫ് ദ സൈലൻസ്, മൗനത്തിന്റെ മറുപുറം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ദ അതർ സൈഡ് ഓഫ് സൈലൻസ് ആരുടേതാണ്? ഉർവശി ബൂട്ടാലിയ. പഠിക്കേണ്ട പോയിന്റ് ആണ്, ഉർവശി ബൂട്ടാലിയാണ്. ഓക്കെ. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ന്യൂഡൽഹിയിലെ ബിർള ഹൗസ് അങ്കണത്തിൽ വെച്ച് എന്നാണ് വെടിയേറ്റു മരിക്കുന്നത്? അത് 1948 ജനുവരി 30. ജനുവരി 30-നാണ് രാഷ്ട്രപതി ആരാണ്? നമുക്കറിയാം, നാഥുറാം വിനായക് ഗോഡ്സെ ആണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം അറിയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത് ആരാണ്? ആരാണ് അങ്ങനെ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്, ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ചരിത്രപ്രധാനമായ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത് എന്നാണ്? 46 ഡിസംബർ 13, 47 ജനുവരി 22, 49 നവംബർ 26, 50 ജനുവരി 26. ഏതാണ്? 46 ഡിസംബർ 13-നാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം. അതാണ് പിന്നീട് ആമുഖമായിട്ട് മാറുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായി പ്രാബല്യത്തിൽ വരികയും എന്താണ്? ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു എന്നാണ്? 1949 നവംബർ 26. എന്താണ് അതിന്റെ പ്രത്യേകത? 49 നവംബർ 26 നമ്മുടെ ഭരണഘടന അംഗീകരിച്ചതാണ് അല്ലെ. 47 ഓഗസ്റ്റ് 15 എന്താണ്? സ്വാതന്ത്ര്യ ദിനമാണ്. 50 ജനുവരി 26-നാണ് എന്ത് സംഭവിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായി പ്രാബല്യത്തിൽ വരികയും അല്ലെ, പ്രാബല്യത്തിൽ വന്നതാണ് 1950 ജനുവരി 26. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷങ്ങൾ ഏതാണ്? 47, 48. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് 47. 50, 51, 51, 52, 55, 56. ഏതാണ് വരുന്നത്? അത് 1951, 52 കാലഘട്ടത്താണ്. 47 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായപ്പോൾ രാജ്യത്ത് ആകെ എത്ര നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായത്? പലതവണ PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 47 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യയിൽ അന്ന് 565 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായത്. അതിനെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ലയനക്കരാർ, അന്തർജനം അല്ലെ, അതേപോലെ തന്നെ ഓപ്പറേഷൻസ് നടപടികളും സൈനിക നടപടികളിലും ഒക്കെ കൂടി എന്ത് ചെയ്തത്? നമ്മുടെ ഇന്ത്യയുമായിട്ട് കൂട്ടിച്ചേർത്തത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ സംയോജിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആഭ്യന്തരമന്ത്രിയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയും ആരെല്ലാമായിരുന്നു? അത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. പിന്നെ ആരായിരുന്നു? VP മേനോൻ. ഓക്കെ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്ന VP മേനോനും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലയനം പൂർത്തിയാക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച കരാർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആ കരാറ്? ഒപ്പുവെച്ച കരാർ ഏതാണ്? ഇൻസ്ട്രുമെന്റ് അസെഷൻ, ഷിംല അഗ്രിമെന്റ്, ഡൽഹി പാക്ട്, ക്യാബിനറ്റ് മിഷൻ. ഏതാണ് ഇൻസ്ട്രുമെന്റ് അസെഷൻ എന്ന് പറയുന്നത്? ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച നാട്ടുരാജ്യങ്ങളിലെ ഭരണകുടുംബങ്ങൾക്ക് സർക്കാർ നൽകി വന്ന സാമ്പത്തിക സഹായമാണ് റോയൽറ്റി, പ്രിവി പേഴ്സ്, പെൻഷൻ അലവൻസ്, നാട്ടുരാജ്യ ഫണ്ട്. എന്താണത്? അത് പ്രിവി പേഴ്സ് ആണ്. പ്രിവി പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറയുന്ന രാജാക്കന്മാർക്ക് എന്തായിരുന്നു അത്രയും നാൾ ഉണ്ടായിരുന്നത്? ഈ പറയുന്ന നികുതിയും ഒക്കെ ആയിട്ട് വരുമാനം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് എന്ത് സംഭവിക്കും? വരുമാനം ഇല്ലാതെയാകും. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അന്ന് സമയത്ത് പ്രിവി പേഴ്സ് നൽകിയിരുന്നത്. ആ ഒരു സാമ്പത്തിക സഹായത്തെയാണ് പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്. അത് പിന്നീട് നിർത്തലാക്കുന്നുണ്ട് അല്ലെ. അതാരാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ 26-ാം ഭേദഗതി. അപ്പൊ അത് പഠിക്കണം. 26-ാം ഭേദഗതി 1971-ലാണ്. 1971-ലെ 26-ാം ഭേദഗതി പ്രകാരമാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നത്. ആരാണത് നിർത്തലാക്കിയത്? 71 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ. ആരാണ്? നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി. ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? 26-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 71-ൽ പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നത്. 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണത്തിന് കീഴിലായ ഫ്രഞ്ച് അധീന പ്രദേശങ്ങളിൽ പെടാത്തത് ഫ്രഞ്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് ഏതാണ്? പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ, ഗോവ. ഏതാണ്? ഫ്രഞ്ച് ആകുമ്പോൾ അത് ഏത് വരും? ഗോവ വരും അല്ലെ. ഗോവയാണ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളിൽ പെടാത്തത്. ഗോവ എവിടെയായിരുന്നു? അത് പോർച്ചുഗീസ് ആണ്. പോർച്ചുഗീസ്. ബാക്കി ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ. ഇതെല്ലാം എന്താണ്? ഫ്രഞ്ച് അധീന പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നതാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പോർച്ചുഗീസുകാരിൽ നിന്ന് 1961 സൈനിക നടപടിയിലൂടെ ഓപ്പറേഷൻ വിജയ് മോചിപ്പിച്ച പ്രദേശങ്ങൾ ഏതെല്ലാം? ഓപ്പറേഷൻ വിജയിലൂടെ ഏതൊക്കെയായിരുന്നു 1961 ഇപ്പറയുന്ന ഗോവയും ദാമൻ ദിയുമായിരുന്നു. ഗോവ, ദാമൻ ദിയും. ഓക്കെ, സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുന്നതിനെ പറ്റി പഠിക്കാൻ 1948 ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ച കമ്മീഷൻ ഏതാണ്? 48 നമുക്കറിയാം കുറെ കമ്മീഷൻസ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ 48 രൂപീകരിച്ചത് ഏതാണ്? അത് എസ്.കെ. ധർ കമ്മീഷൻ ആണ്. എസ്.കെ. ധർ കമ്മീഷൻ ആര്? ഭരണഘടനാ നിർമ്മാണ സഭയാണ് എസ്.കെ. ധർ കമ്മീഷൻ. ഓക്കെ, കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസമാണ്. JVP കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേലും ഒക്കെ കൂടി ചേർന്നിട്ട് അത് ഏതാണ്? അത് INC നിയമിക്കുന്നതാണ്. ഫസൽ അലി കമ്മീഷൻ എവിടെയാണ്? അത് 1953 ഫസൽ അലി കമ്മീഷൻ വരുന്നത്. അപ്പൊ 48 ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? എസ്.കെ. ധർ കമ്മിറ്റിയാണ്. പ്രത്യേക ആന്ധ്ര സംസ്ഥാനം രൂപീകരണത്തിനായി 58 ദിവസം നിരാഹാരം അനുഷ്ഠിച്ച് 1982 മരണം വരിച്ച തെലുങ്കു നേതാവാണ് ആര്? പോറ്റി ശ്രീരാമലു, പട്ടാഭി സീതാരാമയ്യ, KM പണിക്കർ, HN കുൻസ്രു. ആരാണ്? അത് പോറ്റി ശ്രീരാമലു ആണ്. പോറ്റി ശ്രീരാമലിന്റെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് ഉണ്ടായ പ്രക്ഷോഭങ്ങളുടെ ഫലമായി 1953 ഒക്ടോബർ 1 പഠിക്കേണ്ട ദിവസമാണ്. 1953 ഒക്ടോബർ 1 നിലവിൽ വന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ആന്ധ്ര സംസ്ഥാനം. ഓക്കെ, ആന്ധ്ര. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 1983 കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഫസൽ അലി അധ്യക്ഷനായിരുന്നു അല്ലെ? നമുക്കറിയാം ഫസൽ അലി അധ്യക്ഷനും KM പണിക്കറും HN കുൻസ്രുവും അല്ലെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ അത് ആരൊക്കെയാണ്? ഫസൽ അലി കമ്മീഷനാണ്. 53 ഫസൽ അലി കമ്മീഷൻ. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു ആണ്. സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം 1956 നവംബർ 1 എത്ര ഭാഷാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് രൂപീകൃതമായത്? എത്ര എണ്ണമാണ്? 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അത് ഇപ്പോഴുള്ളതാണ് അല്ലെ? 14, 6, 12, 5, 16, 7. എത്രയാണ്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. നമ്മൾ ഓർത്തിരിക്കുക, 14 ജില്ലകളാണല്ലോ കേരളത്തിലുള്ളത്. അപ്പൊ ഇന്ത്യ രൂപം കൊണ്ടപ്പോ എന്തായിരുന്നു? 14 സംസ്ഥാനങ്ങളാണെന്ന് ഓർത്തിരിക്കുക. സ്വതന്ത്ര ഇന്ത്യയിൽ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ പിന്തുടരുന്നത്? മുതലാളിത്തം, സോഷ്യലിസ്റ്റ്, മിശ്ര സമ്പദ് വ്യവസ്ഥ, സ്വതന്ത്ര വിപണി വ്യവസ്ഥ. ഏതാണ്? അതിനെ പറയുന്നതാണ് എന്ത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. എന്താണ്? മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, മിക്സഡ് എക്കണോമി. നെക്സ്റ്റ് നോക്കാം. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നതെന്ന് എന്നാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ വന്നത്? 47 ഓഗസ്റ്റ് 15, 50 മാർച്ച് 15, 51 ഏപ്രിൽ 1, 56 നവംബർ 1 എന്നാണ്. 1950 മാർച്ച് 15 എന്ത് വരുന്നത്? ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ആസൂത്രണ കമ്മീഷന് പകരമായി 2015 ജനുവരി 1 രൂപീകൃതമായത് എന്താണ്? 2015 ജനുവരി 1 രൂപീകൃതമായത്? നീതി ആയോഗ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് നീതി ആയോഗ്. ഈ നീതിയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ആധുനിക ഇന്ത്യയിലെ നദീതട പദ്ധതികളെയും അണക്കെട്ടുകളെയും ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു ആര്? ഗാന്ധിജി, നെഹ്റു, MS സ്വാമിനാഥൻ, വർഗീസ് കുര്യൻ. ആരാണ്? നെഹ്റു ആയിരുന്നു. MS സ്വാമിനാഥൻ ആരായിരുന്നു? ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. വർഗീസ് കുര്യൻ ആരാണ്? ധവള വിപ്ലവത്തിന്റെ പിതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായ വികസനം, വിവര സാങ്കേതിക വിദ്യ, ഗതാഗതം. ഏതാണ്? വിദേശ വ്യാപാരം. ഏതാണ്? അത് വ്യവസായമാണ്. വ്യവസായത്തിനാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ത് ചെയ്തത്? പ്രാധാന്യം നൽകിയത്. അതിനെയാണ് മഹലനോബിസ് മോഡൽ എന്നൊക്കെ പറയുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിദേശ രാജ്യങ്ങളുടെ സാങ്കേതിക സഹായത്തോടുകൂടി ഇന്ത്യയിൽ ആരംഭിച്ച പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ ശരിയായ ജോഡി? റൂർക്കേല, ജർമ്മനി. ഓക്കെ, റൂർക്കേല, ജർമ്മനി. ബിലായ്, സോവിയറ്റ് യൂണിയൻ. നമ്മൾ എങ്ങനെയാ ഇത് പഠിച്ചത്? റുഓജ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂർക്കേല, ഒഡീഷ, ജർമ്മനി. അപ്പൊ ശരിയാണ്. ഇനി എന്താ പഠിച്ചത്? ബിച്ചറ എന്ന് പറയുമ്പോ എന്തായിരുന്നു? ബിലായ്, ഛത്തീസ്ഗഡ്. എവിടെയാണ്? റഷ്യ, സോവിയറ്റ് യൂണിയൻ. അപ്പൊ ഇതും എന്താണ്? ശരിയാണ്. പിന്നെ നമ്മൾ പഠിച്ചു അല്ലെ എന്ത്? ദുബബ്രി എന്ന് പഠിച്ചു. ദുബബ്രി. ഓക്കെ, അപ്പൊ എന്താണ്? ദുർഗാപൂർ,
ദുർഗാപൂർ ഉണ്ട്, ബംഗാൾ ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? യുണൈറ്റഡ് കിങ്ഡം ആണ് അല്ലെ. അപ്പൊ ദുർഗാപൂർ യുണൈറ്റഡ് കിങ്ഡം, ഇത് ശരിയാണ്. ബൊക്കാറോ, അതെങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ബൊച്ചറ എന്ന് പഠിച്ചു അല്ലെ. അപ്പൊ ബൊക്കാറോ എവിടെയാണ്? റഷ്യ, സോവിയറ്റ് യൂണിയൻ ആണ്. അപ്പൊ ഇതും ശരിയാണ്. റൂർക്കേല നമ്മൾ പറഞ്ഞു, ഒഡീഷയാണെന്ന് പറഞ്ഞു, ബിലായി പറഞ്ഞു, ഛത്തീസ്ഗഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഭൂവുടമകളെ സ്വന്തമായി ഭൂമിദാനം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഭൂദാന പ്രസ്ഥാനം. പഠിച്ചു വെക്കണം, ഭൂദാൻ മൂവ്മെന്റ്, ഭൂദാന പ്രസ്ഥാനം. 10th പ്രിലിംസിന് ചോദിച്ചു ഭൂദാന പ്രസ്ഥാനം ആരുടേതാണെന്ന്. ആരാണ്? വിനോബ ഭാവെയാണ്. അപ്പൊ തിരിച്ചു മറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാം. എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ക്വസ്റ്റ്യനും എന്തുണ്ടായിരുന്നു? ലാസ്റ്റ് 10th പ്രിലിംസിന് ഉണ്ടായിരുന്നു. ഇത് തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ആരൊക്കെ, എവിടെയൊക്കെയാണ്, ഏതൊക്കെയാണ് ഉരുമ്പുരുക്ക് ശാലകളെന്ന് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. 31ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. വർഗീസ് കുര്യൻ ആരാണ്? ധവള വിപ്ലവത്തിന്റെ പിതാവാണ്. ഗുജറാത്തിലെ ആനന്ദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമൂൽ എന്ന ക്ഷീരോത്പാദക സംഘത്തിന്റെ വളർച്ചയ്ക്ക് കാരണക്കാരനായ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നമ്മൾ പറഞ്ഞു അല്ലെ. ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. സാമ്പത്തിക സ്രോതസ്സുകൾ സാധാരണക്കാർക്കും കർഷകർക്കും ലഭ്യമാക്കാനായി 1969 ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ നേതൃത്വത്തിൽ എത്ര പ്രധാന ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. 1969 എത്ര ബാങ്കുകളെയായിരുന്നു? 6, 10, 14, 20. 14 ബാങ്കുകളെയാണ് ആ സമയത്ത് എന്ത് ചെയ്തത്? നാഷണലൈസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ പുരോഗതിക്കായി രൂപീകരിച്ച വിദ്യാഭ്യാസ കമ്മീഷനുകളും അവയുടെ അധ്യക്ഷന്മാരും ഉൾപ്പെട്ട ശരിയായ ജോഡി. 48 ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ, സർവകലാശാല വിദ്യാഭ്യാസം. ശരിയാണ്. ഓക്കെ, എന്താണ്? 52 ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, അതും ശരിയാണ്. സെക്കൻഡറി വിദ്യാഭ്യാസമാണ്. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ, 64 വർഷമാണ് ഇവിടെ ഇമ്പോർട്ടന്റ് വർഷം. എന്താണ്? ഇവയെല്ലാം ഇവിടെ ശരിയാണ്. ഓക്കെ, കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ആറ്റോമിക് റിസർച്ച് സെന്റർ, ബാർക്ക് അല്ലെ, ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പറയും. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ? ഇവിടെ ബാബ എന്നും കൂടി ഉണ്ടേ. ബാബ ആറ്റോമിക്, ഇതാണ് ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പറയുന്നത്. എവിടെയായിരുന്നു? ട്രോംബെ, മുംബൈ ആണ്. ട്രോംബെ, മുംബൈ. 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിൽ നടത്തിയ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ രഹസ്യനാമം എന്തായിരുന്നു? ഓപ്പറേഷൻ ശക്തി, ഓപ്പറേഷൻ വിജയ്, മിഷൻ ശക്തി, ബുദ്ധൻ ചിരിക്കുന്നു, സ്മൈലിംഗ് ബുദ്ധ. നമ്മൾ പറഞ്ഞു 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം. വർഷം പഠിച്ചു വെക്കുക. ഏതാണത്? നമ്മുടെ സ്മൈലിംഗ് ബുദ്ധയാണ്. സ്മൈലിംഗ് ബുദ്ധ അല്ലെ. ബുദ്ധൻ ചിരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. 1969 ബംഗളൂരു കേന്ദ്രമായി സ്ഥാപിതമായ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ്? അത് നമ്മുടെ ISRO ആണ്. ISRO 1969 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ച സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം അതേതാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം എന്ന് പറയുന്നത് ഭാസ്കര, രോഹിണി, ആര്യഭട്ട, ആപ്പിൾ. ഏതാണ്? 1975 ഏപ്രിൽ 18. വർഷം പഠിച്ചു വെക്കണം. 1975 ഏപ്രിൽ 18 ആണെങ്കിൽ എന്ത് വരണം? ആര്യഭട്ട. അപ്പൊ എന്നാണ് പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയത്? അത് 1974 മെയ് 18. ഓക്കെ, മെയ് 18 എന്തായിരുന്നു? സ്മൈലിംഗ് ബുദ്ധ അല്ലെ. സ്മൈലിംഗ് ബുദ്ധ. രണ്ടും കൂടി തിരിഞ്ഞു പോകുന്നത് 74 75. നെക്സ്റ്റ് നോക്കാം. ചന്ദ്രയാൻ 3 ദൗത്യം ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി തൊട്ടതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ദേശീയ സാങ്കേതിക ദിനം, ബഹിരാകാശ ദിനം, ശാസ്ത്ര ദിനം, ഉപഗ്രഹ ദിനം. എന്നാണ്? ദേശീയ ബഹിരാകാശ ദിനം. ഇത് പരീക്ഷയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ദേശീയ ബഹിരാകാശ ദിനം എന്നാണെന്ന് ചോദിക്കും. ഓഗസ്റ്റ് 23. പ്രത്യേകത എന്താണെന്ന് ചോദിക്കും. എന്താണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കും. സോ പഠിച്ചു വെക്കുക. പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO, ISRO എന്നിവയിൽ നേതൃത്വം വഹിക്കുകയും മിസൈൽ സാങ്കേതിക വിദ്യയിലെ സംഭാവനകൾ കാരണം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുകയും ചെയ്ത മുൻ രാഷ്ട്രപതി ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഈ ഒരൊറ്റ പോയിന്റ് മതി അല്ലേ നമുക്ക് ആളെ കണ്ടെത്താൻ. ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്.
1954 ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻലായും ചേർന്ന് ഒപ്പുവെച്ച വിദേശ നയ തത്വങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? അതാണ് എന്ത്? പഞ്ചശീല തത്വങ്ങൾ. എന്താണ്? പരസ്പരം അയൽവക്കമൊക്കെ അല്ലെ, നമ്മൾ കഥ പോലെ പറഞ്ഞു തന്നിരുന്നു. അയൽവക്കക്കാരുമായിട്ടുള്ള അടിയും വഴക്കുള്ള കഥയും അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ, അവരുടെ വീട്ടുകാര്യങ്ങളിൽ ഇപ്പോൾ ഇടപെടരുതെന്നും പരസ്പരം എന്താണ് സമാധാനം ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ 5 തത്വങ്ങളാണ് പറയുന്നത്, പഞ്ചശീല തത്വങ്ങൾ. നെക്സ്റ്റ് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും ചേരികൾപ്പെടാതെ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? ചേരിചേരാ പ്രസ്ഥാനം. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു അമേരിക്കയും ഉണ്ട്, സോവിയറ്റ് യൂണിയനും ഉണ്ട്. ആ ഒരു ശീതയുദ്ധ കാലഘട്ടം അല്ലെ, കോൾഡ് വാർ, ആ ഒരു ടൈമില് ഇരുശക്തികളിലും ചേരാണ്ട് എന്ത് ചെയ്തു? ഇന്ത്യ അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് മാറി നിന്നു അല്ലെ. ഞങ്ങൾ എങ്ങനെ നിങ്ങളുടെയും കൂട്ടത്തിൽ കൂടുന്നില്ല, നിങ്ങളുടെ കൂട്ടത്തിലും കൂടും, ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് പറഞ്ഞു. അതിനെയാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളും ദക്ഷിണ കർണാടകയിലെ കാസർഗോഡ് താലൂക്കും ഉൾപ്പെടുത്തി ഐക്യ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? ഐക്യ കേരളം 1956 നവംബർ 1-നാണ്. 1957 നടന്ന ആദ്യത്തെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വന്ന ജനാധിപത്യ സർക്കാരിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി, അതാണ് ചോദിച്ചിരിക്കുന്നത്, ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. 1970 ജനുവരി 1-ന് നിലവിൽ വന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരം ഒരു കുടുംബത്തിന് കൈവശം വെക്കാവുന്ന പരമാവധി പരിധി എത്രയാണ്? അത് 15 ഏക്കർ. അതവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, 5-ൽ കൂടുതൽ പേരുണ്ടെങ്കിൽ എത്ര വരെ വരാം? 20 ഏക്കർ വരെ വരാം. ഓക്കെ, അതായത് ഒരു വ്യക്തിയാണെങ്കിൽ അത് 7.5 ഏക്കറേ പാടുള്ളേ. ഒരു വ്യക്തിക്ക് 7.5. പക്ഷെ എന്താണ്, ഒരു കുടുംബം മൊത്തത്തിൽ വരുമ്പോഴേക്കും എത്രയാണ്? മാക്സിമം 15 വരെ പാടുള്ളൂ. അതായത് ഒരു കുടുംബത്തിൽ ഇപ്പൊ ഭർത്താവിന് 7.5 ഉണ്ട്, ഭാര്യയ്ക്ക് 7.5 ഉണ്ട്, ഭാര്യയുടെ അച്ഛന് 7.5 ഉണ്ട്. അങ്ങനെ പറ്റില്ല. മൊത്തത്തിൽ എന്താണ്, ഇപ്പൊ 3 പേരെ കുടുംബത്തിലുണ്ടെങ്കിൽ 15 ഏക്കറേ പാടുള്ളൂ. അത് 5-ൽ കൂടുതൽ പേരുണ്ടെങ്കിൽ മാത്രമാണ് അത് ആ കുടുംബത്തിന് 20 ഏക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യ അഭ്യസിക്കാൻ സ്കൂളിൽ പ്രവേശനം നൽകാത്തതിനെ കുട്ടികളെ പഠിക്കേണ്ട എങ്കിൽ ഇക്കണ്ട പാഠങ്ങളൊക്കെ മുട്ടിപ്പുല്ലി മുളപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് സമരം നയിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? ആരാണത്? ശ്രീനാരായണ ഗുരു, മഹാത്മാ അയ്യങ്കാളി, പൊയ്കയിലപ്പച്ചൻ, ഡോക്ടർ പൽപു. ആരായിരുന്നു അത്? മഹാത്മാ അയ്യങ്കാളിയാണ്. നെക്സ്റ്റ് നോക്കാം. 1945 തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ സമ്മേളനം വിളിച്ചു ചേർത്ത് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? PN പണിക്കർ, കുമാരനാശൻ, വള്ളത്തോൾ, ഉള്ളൂർ. ആരാണത്? PN പണിക്കറാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ജനകീയ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ ഫലമായി 91 ഏപ്രിൽ 18-ന് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? 89, 90, 91. ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നഗരമായിട്ട് കോട്ടയവും, ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത ജില്ലയായിട്ട് എറണാകുളവും, സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളവും പ്രഖ്യാപിക്കുന്നു അല്ലെ. 89, 90, 91. അപ്പൊ ഇത് പഠിച്ചു വെച്ച് 91 ഏപ്രിൽ 18-നാണ്. 94 ഏപ്രിൽ 23-ന് നിലവിൽ വരികയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ വലിയ അധികാരം നൽകുകയും ചെയ്ത നിയമമാണ് ഇത്. 94 ഏപ്രിൽ 23 കാണുമ്പോഴേ നിങ്ങൾ അറിയണം എന്താണത്? പഞ്ചായത്ത് രാജ് നിയമമാണ്. കേരളത്തിൽ ദാരിദ്ര്യ ലഘൂകരണത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി പ്രാദേശിക സ്വയംഭരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് അയൽക്കൂട്ടം, കുടുംബശ്രീ, ജനശ്രീ, വനിതാ മിഷൻ. അത് ഏതാണ്? കുടുംബശ്രീയാണ്. ഓക്കെ, അപ്പം നമ്മുടെ 50 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സ് ഉള്ള PDF വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് കൂടി ഒന്ന് പറയുക. അതേപോലെ നമുക്ക് നെക്സ്റ്റ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എടുക്കേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ ആദ്യം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. നമുക്ക് അതിന് ആദ്യത്തെ പ്രിഫറൻസ് കൊടുത്തെടുക്കാം. അപ്പോൾ എന്താണ് അങ്ങനത്തെ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്